അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. അതെ അതെ, ഇപ്പൊ ഫാദർ പറഞ്ഞതിലെ ഒരു പോയിന്റ് മഞ്ജുഷ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭരണഘടനാ വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാണ്. മഹല്ലും അതുപോലെ തന്നെ ചർച്ചും ദേവസ്വം ബോർഡും ഒരേപോലെ. എന്താ ഫാദർ അതിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നാട്ടെ. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. എന്താ കുഴപ്പം? ഈ മഹല്ലിന് കീഴിലുള്ളതൊക്കെ വഖഫ് സ്വത്തുക്കളാണ്. പള്ളി ആവട്ടെ, മക്ബറ ആവട്ടെ, അതുപോലെ തന്നെ മദ്രസയാവട്ടെ, അനാഥശാലകളാവട്ടെ, ഇതൊക്കെയാണ്. ചർച്ചും അങ്ങനെ തന്നെയല്ലേ? ആണോ? പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പാർലമെന്റ് മന്ദിരമുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര ഇങ്ങനെ പോവല്ലേ. മുനമ്പത്തെ 600 പാവപ്പെട്ട കുടുംബങ്ങളുടെ വീട് എല്ലാം ഉണ്ട് അതിനകത്ത്. കള്ളപ്രചരണത്തിലാണല്ലോ 600 കുടുംബങ്ങൾ അവിടെ വീട് നഷ്ടപ്പെട്ട് വഴിയിലിറങ്ങിയിരിക്കുന്നത്. എന്റെ പൊന്ന് ഷാക്കിറെ, കുറച്ചൊക്കെ നാണം വേണം. കേരളം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിയമോ നിങ്ങളുടെ വഖഫ് ബോർഡാണെന്ന് വിഷം. നിങ്ങളാണ് ആ വിഷം. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ സ്ത്രീകൾ വരുന്നത്, അതിനകത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഈ വിഷം നിറഞ്ഞ മാനസികാവസ്ഥ മാറ്റി വെക്കി ഷാക്കിറെ. സാധാരണ മനുഷ്യരെ പോലെ ഒന്ന് ചിന്തിക്ക് ഷാക്കിറെ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അറബി പേരുകാര് മാത്രമാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മനസ്സിലാക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം ആ കേസിലെ കോടതി വിധിയെങ്കിലും എടുത്തു വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. പേടിക്കാതെ അദ്ദേഹം സംസാരിക്കട്ടെ. പേടിക്കാതെ, വിഷയം മാറ്റാതെ അദ്ദേഹം സംസാരിക്കട്ടെ. ഓടാതെ, ഭയക്കാതെ അദ്ദേഹം സംസാരിക്കട്ടെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? മുസ്ലിങ്ങൾക്കും പ്രയോജനകരമാണ് ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്നു. അത് ഏത് രീതിയിൽ ശരിയാകും? ഏത് രീതിയിൽ ശരിയാകും? പേടിക്കാതെ, വിഷയം മാറ്റാതെ, ഭയക്കാതെ, ഇങ്ങനെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കാതെ അവിടെ ഇരിക്കുക. അദ്ദേഹം സംസാരിക്കട്ടെ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.